ചേച്ചി ഭയങ്കര ജാടയാണ്. റിസപ്ഷനിസ്റ്റ് രാമു, റിസപ്ഷനിസ്റ്റ് ആനന്ദി പോലെ 27 അക്കൗണ്ട് ഞാനെന്താ ഫേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അനുമാനിയും ശ്രീകൃഷ്ണനും ചോദിച്ചേ. അനുമാനല്ല, അനുമാനം. എന്റെ എന്താ സെലക്ഷൻ ഒന്നും മോശമാവാറില്ല. എന്റെ സെലക്ഷൻ മോശമായിരുന്നു. ചീർപ്പാ ചീപ്പില്ല, പിന്നെന്ത് തേങ്ങ അതിൻ്റെ അകത്തുള്ള ചീപ്പില്ല. മഴ നനഞ്ഞ ഈ ഉടുപ്പാണോ? എല്ലാ വീഡിയോ ഡ്രസ് തന്നെയാണ്. 5-6 ഡ്രസ്സും കൊണ്ട് വന്നോളും. കണ്ണൂർ പോകും. വേറെ ഡ്രസ് അയ്യോ ഞാനത് ഇട്ടിട്ടില്ല. ആശം ഞാനത് ഇട്ടിട്ടില്ല. ഇതെന്താ വാർക്കപ്പണിക്ക് പോന്നേ? എന്റെ ഉടുപ്പാറ് എന്റെയും ഉടുപ്പൊന്നുമില്ല പറയാൻ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രസ് മാറും. വേറെന്താ ഉണ്ടോ? ഇതന്നെ കഴിഞ്ഞ ആഴ്ച ഇട്ടേ. അപ്പൊ കുഴപ്പമില്ല. നമുക്ക് കണ്ണൂര് പോകുമ്പോ കുറച്ച് ഡ്രസ് കൊണ്ടുവരാം. ഇതെന്താ പോക്കറ്റിലെന്തോ? എന്റെ പോക്കറ്റല്ലേ, ഞാൻ നോക്കട്ടെ. ഈശ്വര വല്ല 10 രൂപയാണ്. പോക്കറ്റിൽ നിന്ന് പൈസ കിട്ടുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം. പൈസ കിട്ടൂല നിനക്ക് വൃത്തിയല്ല, അതെന്റെ പോക്കറ്റല്ലേ. മിഠായി മിഠായിയുടെ കടലാസ്. വിക്സ് ഗുളിക. വിക്സിന്റെ ഗുളികയുടെ പേപ്പർ മാത്രം. ഞാനത് ഇട്ടിട്ടോ. എന്നാ നീയും മാറി. അയ്യോ അല്ല മറ്റേ നിന്റെ സെയിം സാധനം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദാർജുൻ. അപ്പൊ നമ്മൾ ഇതേ ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എനി ഐഡിയ? അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ആദ്യത്തെ വ്ളോഗാണ്. അപ്പോ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കുറിച്ചുള്ള, എന്നെയും രാമുവിനെ കുറിച്ചുള്ള വിയേർഡ് അസംഷൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. വിചിത്രമായ അനുമാനങ്ങൾ, അതായത് അനുമാനങ്ങൾ, അതായത് ധാരണകൾ രാമുണ്ടാ നമ്മളെ പറ്റി. ഇപ്പൊ നമ്മളെ വീഡിയോസിലൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ കാണുമ്പോ ആൾക്കാർക്ക് പെട്ടെന്നൊരു ധാരണ വരൂലേ? അത് ചിലപ്പോൾ സത്യമാവണമെന്നില്ല, എന്ത് വേണമെങ്കിലും വിചാരിക്കാം അല്ലെ? ആ വിചാരങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഷെയർ ചെയ്യുന്നത്. രാമുണ്ടത് കണ്ടുപോലില്ല എന്ന് തോന്നണം അല്ലെ? ഞാനിപ്പോ ജസ്റ്റ് കമന്റ്സ്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഓക്കെ കുറച്ച് വന്നിട്ടുണ്ട്, അപ്പൊ അത് റിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിന്ന് അതാണ് റിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ വിചിത്രമായ അനുമാനങ്ങൾ അനുമാനങ്ങൾ. യെസ്, സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. മുടി ശരിയാവുന്നില്ല. വിഗ് വെച്ച പോലെ ഹെയർ വാഷ് ചെയ്തതുകൊണ്ടും കുളിച്ച് തല കുളിച്ചിരുന്നു കുറെ നാളുകൾക്ക് ശേഷം. ഇല്ല, കുറെ നാൾക്ക് ശേഷം ഒന്നുമല്ല. അത് ജസ്റ്റ് ഞാൻ ഇന്ന് ഹെയർ കെയർ ചെയ്തു. അതുകൊണ്ട് മുടി ഇച്ചിരി കൊള്ളായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സുഖമില്ല എനിക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഡയലോഗ് എന്താണ്? വിചിത്രമായ അനുമാനങ്ങൾ, വിയേർഡ് അസംഷൻസ്. ഓക്കെ, സോ ഫസ്റ്റ് പറയാണ്, ചേച്ചി ഭയങ്കര ജാടയാണ്. രാമുട്ടൻ ഭയങ്കര പാവമാണ്. ഇതെന്താ പാട്ടോ എന്ന് പറയുന്നവരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ചേച്ചി, ഞാൻ കോട്ടയമാണ്, സോ ഐ കാൺ ജോയിൻ യുവർ ഡാൻസ് സ്റ്റുഡിയോ. ഞാൻ കഴിഞ്ഞ Q&Aയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു, നോ റെസ്പോൺസ്. സങ്കടമായി. ദേവി കൃഷ്ണ .B6190. അപ്പോൾ നമ്മൾ ഡാൻസ് സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തത് കോട്ടയത്ത് ആയതുകൊണ്ടാണ്. സാറില്ലടാ, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോട്ടോ. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. പക്ഷെ ദേവിക്ക് എന്താ പറഞ്ഞെന്നറിയോ? ചേച്ചി ഭയങ്കര ജാടയാണ്, രാമുട്ടൻ പാവമാണെന്ന് പറയുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എന്ത് പിന്നെ ഞാൻ ജാടയോ? എന്നെ കണ്ടവർക്ക് ആർക്കും ഞാൻ ജാടയാന്ന് കണ്ടവർ മീൻസ് എന്റെ അടുത്ത് സംസാരിച്ചവർക്ക് കണ്ടവർക്ക് ചിലപ്പോൾ തോന്നില്ല. കാരണം എന്റെ മുഖത്ത് കോളേജിൽ നിന്ന് കാണുന്ന സമയത്ത്, ഫസ്റ്റ് ഡേ കാണുന്ന സമയത്ത് എന്തോ ഒരു ജാടാണ്, ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ എന്നുള്ള രീതിയിലാ. അല്ല, അന്ന് ഞാൻ ഇൻഫ്ലുവൻസർ ഒന്നും അല്ലല്ലോ. അല്ല, പണ്ടേ എനിക്ക് ചാടിയാന്നാ പറയുന്നത്. അത് വേറെ സമയം വേണം. സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ആംബിവേർട്ടാണ്.
ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാരും ഒന്ന് സെറ്റ് ആവണം. ഫസ്റ്റ് വന്ന് കഴിഞ്ഞ് ഇപ്പം ഈ വീഡിയോ അല്ലെങ്കിൽ കുറെ വർക്ക് ഷോപ്പിന് ഷോപ്പ് എന്ന് പറയുന്നത് സോറി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നവർക്ക് തന്നെ കുറെ പേർക്ക് അറിയാം. അതിൽ കുടുങ്ങിപ്പോയതാണ്. ഫസ്റ്റ് ഡേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒന്നും മിണ്ടില്ല, വളരെ പാവാ. ആൾക്കാരൊക്കെ ഒന്ന് ചിലപ്പോ ഈ സൈഡിലൊക്കെ ഒളിച്ചിരിക്കും, ആളെ കാണാൻ പേടിയാ, കൊറേ കാര്യങ്ങളുണ്ട്. എനിക്ക് നമ്മൾ വീഡിയോയിൽ ഇത്രയും സംസാരിക്കുമെങ്കിലും എനിക്ക് ഒരാളോട് നേരിട്ട് സംസാരിച്ച് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി സമയം വേണം. അത് എന്ന് വെച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വഴിയിൽ വെച്ച് കണ്ടുപിടിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും, ഫോട്ടോ ഒക്കെ എടുക്കും, അതൊക്കെ സെറ്റാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്റീരിയർ ഡിസൈനർ വന്നിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിക്കും. ലൈക്ക് നമ്മളോട് വീഡിയോ കണ്ടതിന്റെ പരിചയത്തിന്റെ പുറത്താണ് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു കണക്ഷൻ കുറച്ച് വരാൻ ഇച്ചിരി സമയം എടുക്കും. എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള ആളാണ്. ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളായിട്ടൊന്നും സംസാരിക്കേണ്ട ഒരാവശ്യം വരില്ല, ഞാനായിട്ടേ തന്നെ. പക്ഷെ ഇവൻ പാവൊന്നും അല്ല കേട്ടോ. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ല ജാടയല്ലാന്ന് പറഞ്ഞിട്ട്. ഇല്ല, ഈ പാലത്തിൽ കൂടെ കേറി എനിക്ക് വരണ്ട. ഇവന് ജാടയില്ല, എന്താണ് ജാടയൊന്നുമില്ല, നല്ല ഡൗൺ ടു എർത്ത് ആയിട്ട് എല്ലാവരോട് സംസാരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അത് രാമുടെ ഒരു ജാടയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ബസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രെയിനിലോ കയറി കഴിഞ്ഞാൽ കമ്പാർട്ട്മെന്റ് മൊത്തമുള്ളവർ ഇവന് കമ്പനിയോ. അത് നീ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഹസ്ബൻഡ് അല്ലേ? ഇൻഫ്ലുവൻസറിന്റെ ഹസ്ബൻഡ് അല്ലേ? വേണമെങ്കിൽ ജാട ആവാലോ. പക്ഷെ അങ്ങനെ ജാട രാമോണ്ട് ഇല്ലെങ്കിൽ പോലും എനിക്ക് ജാടയൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വന്ന് എന്നോട് സംസാരിക്കൂ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും എനിക്ക് ജാടയുണ്ടോ ഇല്ലെന്ന്, അല്ലേ? യാ ഓക്കെ. അടുത്ത ചോദ്യമല്ല, പിന്നെ കുറേ പേര് നമ്മളിങ്ങനെ അഭിപ്രായം പറഞ്ഞേക്കുന്നത്, ലൈക്ക് ഇങ്ങനെയൊക്കെ ചേച്ചിയും ചേട്ടനും സൂപ്പറാണ്, ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ രണ്ടാളും കൂടെ ഒരു ഡാൻസ് കളിക്കാം. ഗൈസ്, ഞാൻ ഡാൻസ് കളിക്കാൻ എപ്പോഴും പറയുമായിരിക്കുമല്ലോ, കാരണം ഈ സ്റ്റുഡിയോയിൽ തുടങ്ങിയിട്ട് എല്ലാവരും വന്ന് ഡാൻസ് കളിക്കാറുണ്ട്. ഇതില് ഞങ്ങളുടെ രണ്ടുപേരുടെ ഡാൻസ് ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. ഒരു കാര്യം അറിയോ, ഇവര് സ്വന്തമായിട്ട് ചെലങ്കയൊക്കെ ഉണ്ട്. സത്യമായിട്ട് ഇവന് സ്വന്തമായിട്ട് ഇവന് സ്വന്തമായിട്ട് ചെലങ്കയുണ്ട് ഗൈസ്. സത്യം. എറണാകുളത്ത് ഒരു 4 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറയുന്ന ചെലങ്കയുണ്ട്. അതല്ലോ, ഇവന് ചെറുപ്പത്തില് ഭരതനാട്യം പഠിപ്പിക്കാനായിട്ട് അച്ഛനമ്മയും കൊണ്ട് ആക്കിയിട്ട് അരങ്ങേറ്റം ചെയ്തിട്ടുണ്ട്. Can you believe it? No. ഇല്ലയോ? ഇത് ചിലങ്കയുണ്ട് ഗൈസ്, ഭരതനാട്യം. അപ്പൊ ഡാൻസ് കളിക്കാൻ താങ്കൾ ആ ചിലങ്ക വീട്ടിൽ കൊണ്ടുവരൂ പ്ലീസ്. ഒന്നും കൂടെ കളിക്കൂ. ചിലങ്ക ഞാൻ ഉപേക്ഷിച്ചു. ദേവാസുര കളിക്കാൻ അന്നത്തോടുകൂടി ഇവളെ കെട്ടി പിന്നെ ചിലങ്ക ഞാൻ ഉപയോഗിച്ചു. ഗൈസ്, എനിക്ക് ആഗ്രഹമുണ്ട് രാമുണ്ണിന്റെ കൂടെ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട്. പക്ഷെ രാമുണ്ണ് തോന്നണ്ടേ, ഞാൻ എന്ത് ചെയ്യാനാ? രാമുണ്ണിന്റെ കൂടെ തോന്നുന്നുണ്ട് ഡാൻസ് കളിക്കാനായിട്ട്. ഞാൻ പിന്നെ നിർബന്ധിക്കൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യണല്ലേ നല്ലത്. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചു വാ കളിക്കു 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 എന്നൊക്കെ പറയുമൊന്നുമില്ല. എനിക്കിങ്ങനെ നന്നായിട്ട് ആക്ട് ചെയ്യും, അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കും. ഇതെന്തോ ഉദ്ദേശിച്ചു പറഞ്ഞതാ? അങ്ങനെയല്ല, ഐ മീൻ പട്ടണത്തിൽ തട്ട് ആ സാധനല്ലേ, അത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അല്ലാതെ ഡാൻസ് പുള്ളിക്കൊരു എന്താ പറയാ, ഞാൻ കംഫർട്ടബിൾ അല്ല, എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഞാൻ അതിന്റെ പുറത്ത് വേറെ സംസാരം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഡാൻസ് കളിക്കാൻ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഇനി അഹങ്കാരമാണെന്ന് വിചാരിച്ചാൽ ആണ്. അപ്പൊ നമുക്ക് അടുത്ത അനുമാനത്തിലേക്ക് പോകാം. രാമു ചേട്ട ഒരു പാവം ചേട്ടനെ പോലെ ഉണ്ട്. ചേച്ചിയുടെ ആഗ്രഹങ്ങൾ കൂടെ കണ്ടറിഞ്ഞ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുകയും സർപ്രൈസ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ ചേച്ചി ലക്കിയാണ്. പിന്നെ ഡാൻസ് സൂപ്പറാണ്, ഇതുപോലെ കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റട്ടെ, കട്ട സപ്പോർട്ട്. അതൊരു കോംപ്ലിമെന്റ് ആണ് ഗൈസ്. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, അപ്പൊ വന്നൊന്ന് കോംപ്ലിമെന്റ് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചേച്ചിയുടെ ആഗ്രഹങ്ങൾ കൂടെ അറിഞ്ഞ സപ്പോർട്ടും പിന്നെ സർപ്രൈസ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടിയ ചേച്ചി ലക്കി. ഓക്കെ, പിന്നെ ഡാൻസ് സൂപ്പറാണ്, താങ്ക് യു. ഇല്ല, ഇവൻ ഇരിക്കണോണ്ട് എനിക്കങ്ങോട്ട് പൊക്കി പറയാൻ തോന്നണില്ല. യെസ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഞാനിതൊന്ന് കണ്ടോട്ടെ ഗൈസ്, ഒന്നും തോന്നരുത്, അവള് പറയുന്നത് കാണാൻ ആഗ്രഹം കൊണ്ടാ.
കേക്കട്ടെ, കണ്ണു നട്ട് കാത്തിരിക്കട്ടെ, കേക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആക്ച്വലി. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് കൂടെ നിൽക്കുകയും അതാ ചെയ്തു തരാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപെട്ട് അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ പിന്നെ വേറൊരു കാര്യം, എൻ്റെ സെലക്ഷൻ ഒന്നും മോശമാവാറില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ ഇതുകൊണ്ട് മാത്രമല്ലല്ലോ. എന്റെ സെലക്ഷൻ മോശമായിരുന്നു. ഞാനത് നോക്കിയാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് പ്ലാൻ ഓക്കെ, അതത്രേ ഉള്ളൂ. യെസ്, സോ ആഗ്രഹങ്ങൾ സാധിച്ചതിനെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് സത്യം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവനെ സപ്പോർട്ട് ചെയ്ത് വേറെ സാധനം വല്ലതും ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും ശ്രുതി സതീഷാണ്. എനിക്ക് തോന്നിയത് റിയൽ ആയിട്ട് ചേച്ചിയാണ് പാവം, ചേട്ടൻ വീഡിയോസിൽ പാവം പോലെ നിൽക്കുന്നു. ചേച്ചി ഫാൻ പിങ്ക് ലവ് 27 ലൈക്കാണ് അതിനകത്ത്. പിന്നെ ഫേക്ക് അക്കൗണ്ട്, പിന്നെ 27 അക്കൗണ്ട് ഞാനെന്താ ഫേക്ക് ഉണ്ടാക്കിയിട്ട് ലൈക്ക്. യെസ് ഗൈസ്, സത്യം പറഞ്ഞ റിയൽ ആയിട്ട് ഞാൻ തന്നെയാണ് പാവം. ചേട്ടൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ പാവം പോലെ. ഇവന് വേറൊരു മുഖം ഉണ്ട്. ആ മുഖം നമുക്ക് ക്യാമറ ഓഫ് ചെയ്യുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ. നീ സൂയിക്കണ്ട, അങ്ങനെ ഒരുപാട് നീ അങ്ങനെ സൂയിക്കണ്ട കേട്ടാ. ഓക്കെ, പിന്നെ ഒരു കമന്റ്, ചക്കിക്കൊത്ത ചങ്കരൻ. ചക്കിക്കൊത്ത ചങ്കരൻ ആക്ച്വലി ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കരുതുന്നു. കാരണം എനിക്ക് പറ്റിയ മാച്ച് എന്നാണല്ലോ അത് ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് അതൊരു നല്ല കോംപ്ലിമെന്റ് ആണ്. താങ്ക് യു. യാ, അടുത്തത് ചേച്ചിക്ക് ലോങ് ഹെയർ ആണ് ചേരുന്നത്, ഇനി കട്ട് ചെയ്യല്ലേ. ഞാനിത് മുറിച്ചിട്ട് മൊട്ട എടുപ്പിച്ചാലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞു ഇത്ര മറ്റേ ബോബ് കട്ട് ചെയ്താലോ. അതെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, എനിക്ക് മുടി വെട്ടിയപ്പോഴാണ് എനിക്ക് മുടി വളർത്താൻ തോന്നുന്നത്. എനിക്കിപ്പോ മുടി നീട്ടി വളർത്താനാണ് ഗൈസ് തോന്നുന്നത്. വളർന്നു കഴിഞ്ഞാൽ മുറിക്കാൻ തോന്നും. അത് അങ്ങനെയാണ്. പെൺപിള്ളേരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ മുടി ഏറ്റവും കൂടുതൽ വളർത്തുന്ന പെൺപിള്ളേർ ആയതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ചേട്ടാ. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു. അതെ, വെപ്പുമുടിയുടെ കാലം. ആ കാലം എന്നെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. ആ കാലം ഞാൻ ഓർത്തത് കൊണ്ട് ഇപ്പോഴും ഞാൻ ആ വീഡിയോ എടുത്ത് കാണാറുണ്ട്, ആ വെട്ടണത്. ഓക്കെ ഗൈസ്, അപ്പോ ഇല്ല മോളെ, ഞാൻ ഇനി എന്തായാലും വെട്ടത്തില്ല അടുത്തൊന്നും. ഞാൻ ലോങ് ഹെയർ, മുടി കുറച്ച് നീട്ടി വളർത്താനാണ് ആഗ്രഹം. അങ്ങനെ ആഗ്രഹം അതായതുകൊണ്ടാണ് തോന്നുന്നത് മുടി വളരണില്ല. അതെ, മുടി ആ ഒരു ഗ്രോത്ത് ഇല്ല. പെട്ടെന്ന് മുടി വളരെ നീളം വെക്കും, പക്ഷെ നീളം വെക്കുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. മുടിയല്ലേ, വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, നിനക്കിട്ടൊരു പണി. അനീഷ വേൾഡ് 4311. രാമൂട്ടൻ എന്താണ് ചേച്ചിയെ കുറെ ഇൻസൾട്ട് ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നു. എനിക്കുണ്ട് ചോദിക്കാൻ ആൾക്കാര്. വ്ലോഗിലൊക്കെ കുറെ ഇൻസൾട്ട് ചെയ്യുന്നു പാവം ചേച്ചി. അനീഷയുടെ ഒരു കൊച്ചിന്റെ പടം വെച്ചിട്ടുണ്ട്. അനീഷ, താങ്ക് യു അനീഷ. അനീഷ എങ്ങനെ ചോദിച്ചില്ല. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ലടാ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ്, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി ജീവിച്ചവരാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു ജേർണി തന്നെ ഫ്രം ബിഗിനിങ് ഇറ്റ് സെൽഫ്. അപ്പൊ അത് കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് അതിനൊരു മാറ്റം വരില്ലല്ലോ. ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ കൂടെ ജീവ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവള് നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അവള് പിന്നെ അവസരം കിട്ടുമ്പോൾ ഞാനും അവളും കൂടെ രാമോട് നോക്കും. പിന്നെ ഇവർക്ക് അവസരം കിട്ടുമ്പോൾ ഇവർ രണ്ടുപേരോട് എന്നെ. അങ്ങനെ ഇത് മാറി മാറി നമ്മളൊരു 3 ഫ്രണ്ട്സ് സർക്കിളിൽ വരില്ലേ, അതുപോലെയാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോൾ ഇവൻ എന്നെ അവസരം കിട്ടി, ഇവൻ എന്നെ നല്ല രീതിയിൽ തേച്ചൊട്ടിക്കും. അതൊരു ഇൻസൾട്ടായിട്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, അത് രാമോട്ടിനെ എപ്പോഴും ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. അതായത് ആൾക്കാരുള്ളപ്പോൾ ഉള്ള ഒരാളും ഇല്ലാതെ, നമ്മുടെ ഒരു പ്രൈവറ്റ് സർക്കിൾ ഉള്ളപ്പോഴും വേറൊരു രാമോട്ടിനും, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ വേറെ ഒന്നാ. പ്രൈവറ്റ് സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കേ വേണ്ട, ഞാൻ ചത്ത്. അങ്ങനെയാണ് രാമൂട്ടൻ. പക്ഷെ പുറത്തുനിന്ന് വരുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതിന് നല്ല കെയർ കൊടുക്കുന്ന ഒരാളാണ്. ബേസിക്കലി നമ്മള് ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി, ബെസ്റ്റ് ഫ്രണ്ട്സ് ലവേഴ്സ് ആയി, ലവേഴ്സ്
ഹസ്ബൻഡ് ആൻഡ് വൈഫ് എത്തി. പക്ഷെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള റിലേഷൻ ഒന്നും ലൈക്ക് നമുക്ക് അറിയില്ല. ഹസ്ബൻഡ് അതിന് പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് റൂള് വേണമെന്ന് നിർബന്ധമില്ലല്ലോ, അങ്ങനെ നിർബന്ധമില്ലല്ലോ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞാൻ പറയില്ലേ, ആ മൂന്നാമത് ഊക്ക് കിട്ടുന്നവള് അവളാണ് ഇവള്. അവളുടെ കോള് നമുക്ക് കട്ട് ചെയ്യാം, ഒരു സുഖം. അപ്പോ അതാണ്. അപ്പൊ അങ്ങനെ ഒരു ജേർണി വരുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അത് എനിക്ക് ഇത്രയും കാലം വരെ അതൊരു ഇൻസൾട്ട് ആയിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രാമുടെ തല തല്ലിച്ചാകണം. ഇൻസൾട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം വരെ ഞാൻ റിസപ്ഷനിൽ നിന്ന് പിടിച്ചോളൂ. റിസപ്ഷനിൽ വരുന്ന എമൗണ്ടുകളൊന്നും കാണുന്നില്ല. അപ്പൊ ഞാനുണ്ടല്ലോ രാത്രിയാവുമ്പോ ചോദിക്കുമ്പോ കരഞ്ഞോണ്ട് ഞാൻ ഇമോഷണലി ഡാമേജ് ചെയ്യും. അപ്പൊ ഇത് വേഗം വിറ്റത്, ഇതടക്കം വിറ്റത് എന്ന് പറഞ്ഞ ഓരോ സ്ഥലത്തുനിന്ന് നമ്മുടെ റിസപ്ഷനിൽ നിന്ന് എടുത്തോണ്ട് പോയ പൈസ എടുത്തോണ്ട് വന്ന ടീമാണ്. അപ്പൊ ഇത് അത്രേ ഉള്ളൂടാ. അല്ലാണ്ട് നമ്മളങ്ങനെ കാര്യമായിട്ട് ലൈഫിനെ അത്ര സീരിയസ് ആയിട്ടൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇൻസൾട്ടായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തത്. ഇതിനൊക്കെ എങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ തോന്നുന്നു പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് കോംപ്ലിമെന്റുകൾ കുറച്ച് വായിക്കാം. യു ടു ആർ വൺ ഓഫ് മൈ ഫേവറേറ്റ് കപ്പിൾസ് ഇൻ സോഷ്യൽ മീഡിയ. ലവ് യു ബോത്ത് വെരി മച്ച്. എപ്പോഴെങ്കിലും നിങ്ങളെ രണ്ടുപേരെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓൾവേസ് വെൽക്കം ടു അവർ സ്റ്റുഡിയോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും പുറത്ത് വെച്ച് കാണുകയാണെങ്കിൽ എന്തായാലും വന്ന് സംസാരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഫോട്ടോ എടുക്കണ്ടേന്ന് ചോദിക്കും. റിസപ്ഷനിസ്റ്റ് രാമു, റിസപ്ഷനിസ്റ്റ് ആനന്ദി പോലെ അതൊന്ന് ഉടക്കി. റിസപ്ഷനിസ്റ്റ് റാമാണ്. റാമിൽ പഠിക്കാൻ പറ്റുകയാണെങ്കിലും ഇവിടെ റിസപ്ഷനിസ്റ്റ് റാം ഇതാണ്. ഓക്കെ, അടുത്ത കോംപ്ലിമെന്റ് വായിക്കാം. ഹസ്ബൻഡിന്റെ മേക്കപ്പ് വീഡിയോ ചെയ്യോ നെക്സ്റ്റ് ടൈം? ചേച്ചി ഹസ്ബൻഡ് മേക്കപ്പ് ചെയ്യുന്നു. ഹസ്ബൻഡിന്റെ മേക്കപ്പ് വീഡിയോ ചെയ്യുമെന്ന് വേണമെങ്കിൽ വൈഫ് മേക്കപ്പ് വീഡിയോ ചെയ്യാൻ. കാരണം രാമുണ്ണാണ് ആദ്യം എഴുന്നേക്കുന്നത്. രാമുണ്ണ ഒരു 7-8 മണിയാകുമ്പോൾ എഴുന്നേക്കും അല്ലെ? രാമുണ്ണൊരു 7-8 മണിയാകുമ്പോൾ എണീക്കും. ഒരു 9:30-10 മണിയാവും എന്നെ വിളിക്കാൻ. 9:30 തുടങ്ങും. പൊന്നു എനിക്ക് 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് ഇന്ന് ഞാൻ വന്നു സ്റ്റുഡിയോയില്. എന്റെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോകുമ്പോ നിർത്തി 5 മിനിറ്റ് പറയാം, എന്നിട്ട് എണീച്ചിട്ടില്ല. രാമുണ്ടാണ് ഗൈസ് ആദ്യം എഴുന്നേൽപ്പത്. അതുകൊണ്ട് ഹസ്ബൻഡ് മേക്കപ്പ് വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട, കിട്ടൂല. വേണമെങ്കിൽ വൈഫ് മേക്കപ്പ് വീഡിയോ കിട്ടുമായിരിക്കും. അടുത്തത്, ചേച്ചീനെയും ചേട്ടനെയും പറ്റി ഒരു വേർഡ് കമന്റ് പോലും പറയാനില്ല. ബിക്കോസ് ബോത്ത് ഓഫ് യുവർ ക്യൂട്ട് കപ്പിൾസ് ഫോർ എവർ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ന്യൂ പ്രോജക്ട് അർജുന സ്റ്റുഡിയോ. താങ്ക് യു സോ മച്ച്. അത് നന്നായി മുൻപോട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യുടാ, താങ്ക് യു. ജോമോളാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യുടാ. പിന്നെ ചോദിച്ചേക്ക് നിഖ കൃഷ്ണ, നിങ്ങളുടെ ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ്? ഇതിപ്പോ Q&A പോലെ ആയല്ലേ? ചെറുതായിട്ട് ഒരു Q&A പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കോംപ്ലിമെന്റ് ഒന്നുമില്ല. അനുമാനിയും ശ്രീകൃഷ്ണനും ചോദിച്ചേ ഹൈ ഡിഫറൻസ്. അനുമാനല്ല, അനുമാനം. ഓക്കെ, ഹൈ ഡിഫറൻസ് എത്രയാണെന്ന് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയില്ലടാ. ഞാൻ രാമുണ്ടൻ 5 വരെ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഞങ്ങള് തമ്മിലുള്ളൊരു. ഞാൻ കറക്റ്റ് എന്റെ ഷോൾഡർ ഇത്രയല്ലേ ഉള്ളൂ. ഷോൾഡർ ലെങ്ത് അല്ലേ നോക്കാം. തല ഏകദേശം ഇത്രയും വരും. ഈ ഒരു ഹൈറ്റ് അതാണ്. അടുത്തത്, ചേച്ചിയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. എക്സലന്റ് ആണ് ചേച്ചി. രാമുണ്ട് നല്ല കപ്പിൾസ് ആണ്. ലവ് ഫ്രം പാലക്കാട് സുമയ്യ. താങ്ക് യുടാ. ലവ് ഫ്രം അർജുന സ്റ്റുഡിയോ. പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പാർട്ട്ണർ അത് ഗോഡ് തരുന്ന വലിയൊരു ഗിഫ്റ്റാണ്. ചേച്ചി ഏറ്റവും കൂടുതൽ രാമുണ്ണിനെ കെട്ടിയതിൽ ഭാഗ്യം എന്ന് തോന്നിയൊരു മൊമെന്റ്. ഭാഗ്യം എന്ന് തോന്നിയ ഒരു മൊമെന്റ്. ഇത് അനുമാനമല്ലല്ലോ. ഇത് അനുമാനമല്ല, ഇത് Q&A. നല്ലൊരു ചോദിച്ചല്ലേ രാമുട്ടാ, പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ആർക്ക് ഉത്തരവാദിത്വം? നമുക്ക്. മൊമെന്റ് ഓഫ് കോഴ്സ് എനിക്ക് എന്താ പറയാ, ലൈഫിൽ കുറച്ച് ഒറ്റയ്ക്കാവുക എന്നുള്ളൊരു സാധനം എനിക്ക് രാമുട്ടൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അങ്ങനെ ഇവനെ ഞാൻ ഒറ്റക്കാക്കൂന്നേ ഉള്ളൂ, അല്ലാതെ ഇവരെന്നെ ആക്കൂന്നൊന്നും എനിക്ക് തോന്നണില്ല. ഇത് തലവിധി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മൊമെന്റ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ മൊമെന്റിലും ആളെപ്പോഴും കൂടെ തന്നെ ഉള്ളത് കൊണ്ട് എവറി മൊമെന്റ് സ്പെഷ്യൽ.
അടുത്തത് കേട്ടോ, നമിത സെബാസ്റ്റിന്റെ ഫസ്റ്റ് കമന്റ് ആയിരുന്നു കേട്ടോ, നിങ്ങൾ ബ്രദർ ആൻഡ് സിസ്റ്ററിനെ പോലെ ഉണ്ടെന്ന്. അത് ചിലപ്പോ ആ ഒരു എന്താണ് വലിപ്പച്ചെറുപ്പം കാരണമായിരിക്കും, അതുകൊണ്ടായിരിക്കും ബ്രദർ ആൻഡ് സിസ്റ്ററിനെ പോലെ തോന്നണ്ടേന്ന്. നോ, വി ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ, വെൻ ഐ സോ രാമോട്ടിന് ഇൻ ദിസ് പിക്ക്, അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട പിക്ക് കണ്ടപ്പോൾ ഹീസ് മോർ ഓൾഡർ ദാൻ യു. സത്യവാകായി ഇവൻ നല്ല പ്രായമുണ്ട്, എന്നിട്ട് ഇവൻ വെറുതെ വന്നിട്ട് എൻ്റെ കൂടെ MBA പഠിക്കാനിരുന്നാണ്. ഇവൻ നല്ല പ്രായമില്ല, 2 മിനിറ്റ് മുമ്പല്ലേ പറഞ്ഞ നടക്കുന്ന എനിക്ക് ഒരേ വയസ്സാണെന്ന്. ശരിയുള്ള ഞങ്ങളെ അല്ല, എനിക്ക് ചർമ്മം കണ്ട പ്രായം തോന്നത്തില്ല. നമ്മൾ സെയിം ഏജ് ആണ്. സന്തൂർ മമ്മിയായിട്ടില്ല, സന്തൂർ ഗേൾ ആണ് ഇപ്പൊ കറന്റ്. ഓക്കെ, അതുകൊണ്ട് എന്നെക്കാളും പ്രായം വരെ തോന്നിക്കുന്നു. എന്ത് ചെയ്യാൻ, എല്ലാവർക്കും എന്നെ പോലെ സൗന്ദര്യവും യങ്ങായിട്ടും ഇരിക്കാൻ പറ്റില്ലല്ലോടാ. അടുത്തത് ഒരു വലിയ കമന്റ് ആണ് കേട്ടോ, സത്യം കേട്ടോ. അസി 7608 വൃന്ദചേച്ചിയുടെ ഡ്രങ്കിന്റെ ഷാപ്പ് ഡാൻസ് തൊട്ട് സബ്സ്ക്രൈബർ ആണ്. ഡാൻസ് വീഡിയോസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണുമായിരുന്നു. മാരേജിന് മുന്നേ ചേട്ടന്റെയും ചേച്ചിയുടെയും സേവ് ദ ഡേറ്റ് വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു ചേർച്ചക്കുറവ് ഫീൽ ചെയ്തു. അതെന്താ ഫീൽ ചെയ്തു. കേക്ക് ഓക്കെ, മാരേജ് വീഡിയോയിലും ചേട്ടൻ ഡാൻസ് ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾ മിസ്മാച്ച് ആണെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ ചേച്ചിയുടെ ഡാൻസിന്റെ ഫാൻ ആയതുകൊണ്ടായിരിക്കാം, ഡാൻസറായ പാർട്ട്ണറിനെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് കൊണ്ടാവാം. മൈ മിസ്റ്റേക്ക് ബ്രാക്കറ്റില്. നിങ്ങൾ ഒരുമിച്ചുള്ള വ്ളോഗ്സ് ഒക്കെ കണ്ടപ്പോൾ ഐ റിയലൈസ്ഡ് ഐ വാസ് റോങ്. ഇപ്പോൾ എനിക്ക് ചേച്ചിയേക്കാൾ ഇഷ്ടം രാമോട്ടനെയാണ്. ഇതിലും നല്ലൊരു പാർട്ട്ണറിനെ ചേച്ചിക്ക് ഇനി കിട്ടില്ല. യു ആർ സോ ലക്കി ടു ഹാവ് എ ഹസ്ബൻഡ് ലൈക്ക് ഹിം. രാമോട്ടനെ പോലെയുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടാനാണ് എന്റെ ആഗ്രഹം. ചേച്ചിയുടെ ഹാപ്പിനെസ്സിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചേച്ചിക്ക് ചേട്ടൻ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്നും ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഓ താങ്ക് യു അൻസി. ഇത് ഭയങ്കര അടിപൊളി. അസി ഇത് ഭയങ്കര അടിപൊളി കമന്റ് കേട്ടോ. അപ്പോൾ അസി വിചാരിച്ചായിരുന്നു ഡാൻസ് കളിക്കാത്തത് കൊണ്ട് നമ്മൾ നല്ല പാർട്ണറല്ലാന്ന്. അപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ കാണുന്ന ധാരണകളൊന്നും അല്ല എന്നല്ലേ. ആക്ച്വലി നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം. അതെ, നമ്മൾ തമ്മിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ വ്യത്യാസങ്ങളുടെ ഒരു കപ്പിൾസ് ആണ്. വി ഹാവ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ രാമന് കുറെ ഇഷ്ടങ്ങളായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് എൻ്റെ നമ്മളിപ്പോ ഒരു വരച്ചതിന് 2 പോൾസിൽ നിൽക്കുന്ന ഒരാൾക്കാരല്ല. അപ്പൊ ഓപ്പോസിറ്റ് അട്രാക്ട് എന്ന് പറഞ്ഞൊരു തിയറിയാണ് നമ്മുടെ വർക്ക്ഔട്ട് ആയത്. ഇപ്പോൾ എനിക്ക് ഡാൻസ്, ഞാൻ ഇപ്പോൾ ഒരു ഡാൻസറിനെ തന്നെ ഇപ്പോൾ പാർട്ട്ണർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഡാൻസ് കളിച്ച് ആ ഒരു ലൈഫ് അങ്ങനെ പോകും. പക്ഷേ രാമോട്ടൻ എന്നുള്ള ഒരാളുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ രാമോട്ടൻ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ്. നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ, ഞാനിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ഡൗണിനെ രാമോട്ടൻ ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് രാമോട്ടൻ്റെത്. ഇപ്പോൾ രാമോട്ടൻ കൂടുതലും ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആളാണ്. കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അതിലൊന്നും അല്ല കാര്യം, ഹൗ വി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ എന്നുള്ളതിലാണ് കാര്യം. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഞാൻ രാമോട്ടിനെ ഫോഴ്സ് ചെയ്യാറില്ല ഡാൻസ് കളിക്കാനായിട്ട്. അതുപോലെ തന്നെ രാമോട്ടിന് കൂടുതൽ ബിസിനസ് പരമായിട്ടുള്ള തിങ്കിങ് എന്ന് വെച്ചാൽ രാമോട്ടൻ എന്നേത് അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാരണം എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെയുള്ളതിൽ പരസ്പരം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ഡീൽ അല്ല, അത് വലിയ പ്രശ്നങ്ങളൊന്നും ലൈഫിൽ ഉണ്ടാവില്ല. ആൾക്കാർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽസ് ആണ്. ഞാൻ വന്ന സറൗണ്ട് അല്ല ഇവള് വന്ന സറൗണ്ട് അല്ല ഞാൻ. നിങ്ങളും അതുപോലെ തന്നെ എല്ലാവരും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ പിന്നെ എന്നെ പോലെ തന്നെ ഇവള് വേണമെന്നോ ഇവളെ പോലെ തന്നെ ഞാൻ വേണമെന്നോ നമുക്ക് ഒരിക്കലും വാശി പിടിക്കാനേ പറ്റില്ല. തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, വളരെ സിമ്പിളായ പരിപാടിയാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ വേണം, ഞാൻ ചൂസ് ചെയ്തതിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ എന്താന്നുള്ളതൊക്കെ ഞാൻ ലവ് സ്റ്റോറിയിൽ പറയാം. എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ ഓരോ ഇഷ്ടങ്ങൾക്കും ഒത്ത ആളല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ്, ആ സെയിം ഇൻട്രസ്റ്റ് അപ്പുറത്തെ ആളിനെ പിന്നെ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ തമ്മിലൊരു ബോണ്ട് വന്നേന്നുള്ള സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. അത് നമ്മൾ ലവ് സ്റ്റോറിയിൽ പറയുന്നതായിരിക്കും അല്ലേ. ലവ് സ്റ്റോറിക്ക് ഒടുക്കത്തെ ഹൈപ്പാണ്. അപ്പൊ മനസ്സിലാവുന്നില്ല. അപ്പൊ അതാണ്, അപ്പൊ മനസ്സിലായില്ലേ, ഈ ധാരണകൾ വെച്ചിട്ട് നമ്മൾ ലൈഫിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ
കാര്യമില്ല, സീനാണ്, അതിലൊരു കാര്യമില്ല. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ആക്ച്വലി കുറച്ച് സന്തോഷമുണ്ട്, ലൈക്ക് മനസ്സിലാക്കാൻ പറ്റി എങ്ങനെയാണ് ആൾക്കാർ നമ്മളെ കാണുന്നതെന്നും അല്ലേ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ സമയമെടുത്ത് ഇത്രയും ചോദ്യങ്ങളും ഇത്രയും ധാരണകളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് താങ്ക്സ്. അതുപോലെ നമ്മൾ Q&A ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പൊ കുറെ ആൾക്കാർ Q&A പോലെ കുറെ ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ എന്തായാലും ചേച്ചിയുടെ അതെ, നമ്മൾ സംസാരം തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യിക്കുന്ന നമ്മളോടുള്ള പോയിന്റ് എന്ന് പറയുന്നത് സംസാരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം സംസാരിക്കാൻ. രാമുണ്ണ അതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം ആൾക്കാർ രാമുണ്ണായിട്ട് കമ്പനിയാവും. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ. അപ്പൊ ഇത് കണ്ടോ, മുള്ളുള്ള ചെടി വെച്ച് ഓക്കെ. അപ്പോ that's all about the video. So ഈ വീഡിയോ കുറേ കമന്റ്സ് ഉണ്ട്, പക്ഷെ ഇരുന്ന് നമ്മൾ പറയും. അപ്പൊ ഇനിയും നിങ്ങളുടെ വിചിത്രമായ അനുമാനങ്ങൾ പോരട്ടെ ഗായ്സ്. നമ്മൾ എന്തായാലും ഇനിയും മിനി വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് for your time and your support. Love you all. Ta-ta. Ta-ta.